മനസ്സിൽ വിചാരിച്ച കാര്യം നടക്കാൻ സഹായിക്കുമെന്ന് വിശ്വസിക്കുന്ന 7 ക്ഷേത്ര വഴിപാടുകൾ അറിയാമോ? അവസാനത്തേത് വിദ്യാർത്ഥികൾ ഒരിക്കലും മിസ് ചെയ്യരുത്. ഒന്നാമത്, തടസ്സങ്ങൾ നീങ്ങാൻ ഗണപതി ഹോമവും കറുകമാല സമർപ്പണവും നടത്താം. ജീവിതത്തിലെ പ്രതിബന്ധങ്ങൾ അകറ്റാൻ ഭക്തർ വിശ്വസിക്കുന്ന ഒരു വഴിപാടാണിത്. രണ്ടാമത്, വിവാഹ തടസ്സം മാറാൻ സ്വയംവര പുഷ്പാഞ്ജലിയും ഉമാമഹേശ്വര പൂജയും നടത്താറുണ്ട്. നല്ല വിവാഹയോഗം ലഭിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെയാണിത്. മൂന്നാമത്, ജോലി സംബന്ധമായ കാര്യങ്ങൾക്ക് മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയും തുളസിമാല സമർപ്പണവും ചെയ്യാറുണ്ട്. തൊഴിൽ മേഖലയിൽ മുന്നേറ്റമുണ്ടാകട്ടെ എന്ന വിശ്വാസം. നാലാമത്, രോഗശാന്തിക്കും ആരോഗ്യത്തിനും മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയും ധാരയും പ്രധാനമാണ്. ശരീര-മനസ്സ് ആരോഗ്യത്തിനായി നിരവധി ഭക്തർ ഈ വഴിപാടുകൾ ചെയ്യുന്നു. അഞ്ചാമത്, ഐശ്വര്യത്തിനും ധനലാഭത്തിനും ലക്ഷ്മി പൂജ, ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി, നെയ്വിളക്ക് എന്നിവ നടത്താം. സമൃദ്ധിയും സാമ്പത്തിക പുരോഗതിയും ലക്ഷ്യമിട്ടാണ് ഈ പ്രാർത്ഥനയോടെ. ആറാമത്, ശത്രുദോഷം മാറാൻ ശത്രുസംഹാര പുഷ്പാഞ്ജലിയും രക്ഷാപുഷ്പാഞ്ജലിയും നടത്താറുണ്ട്. ഏഴാമത്, വിദ്യാഭ്യാസ വിജയത്തിനായി സരസ്വതി പുഷ്പാഞ്ജലി വളരെ പ്രസിദ്ധമാണ്. വിദ്യയും ബുദ്ധിയും വർദ്ധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ വിദ്യാർത്ഥികൾ ഇത് സമർപ്പിക്കുന്നു. ഓർമ്മിക്കുക, വഴിപാടുകൾക്ക് ശക്തി നൽകുന്നത് നമ്മുടെ വിശ്വാസവും പ്രാർത്ഥനയും സൽപ്രവൃത്തികളുമാണ്. ഇത്തരം കൂടുതൽ ആത്മീയ അറിവുകൾക്കായി വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.